നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയിപ്പോ ഇതിന്റെ പൂട്ട് എങ്ങനെ തുറക്കും? അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. ഒരു കമ്പി കയറ്റി രണ്ട് തിരുപ്പ് തിരിച്ചാൽ സുഖമായിട്ട് തുറന്നു വരും. ജയിലിൽ നിന്ന് പൂട്ട് തുറക്കാൻ വിദഗ്ധരായ കള്ളന്മാരെ ഇറക്കേണ്ടി വരുമോ? സാറൊന്ന് ഇറങ്ങിയിരിക്കും, ഞാനിപ്പോ തുറന്നുതരാം. അതെടുത്ത് ആക്രിക്ക് വെക്കാനുള്ള പരിപാടിയാണോടാ? സർക്കാർ സാധനങ്ങളെല്ലാം വിറ്റ് മുതല് കൂട്ടുന്ന പരിപാടിയല്ലേ സാറിനറിയും. വേണ്ട വേണ്ട വേണ്ട, മുറത്തി കയറി കൊത്തല്ലേ മോനെ, പണി വാങ്ങിക്കുവേ. മിക്കവാറും സാറിന്ന് പണി വാങ്ങിക്കും. മാഡം വന്നിട്ട് സമയത്രായെന്നറിയോ? ഒരുപാട് നേരമായോ? ആ ഷൂ, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, പെട്ടുപോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുണ്ട്. ഒന്ന് ഇറുക്കി പിടിച്ചേ. സുധീഷ് ഉദ്ദേശിച്ച എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ കേൾക്കണം. സാറെ വെറുതെ പ്രസംഗിച്ച സമയങ്ങളായത് അങ്ങോട്ട് ചെല്ലാൻ നോക്കൂ. ചില വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. സുധീഷ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സുന്ദരി മേഡത്തിനെ എനിക്ക് പേടിയാണെന്നല്ലേ? എന്താ സാറിന് പേടിയില്ലേ? പറ സാറേ, പേടിയില്ലേ? നോക്ക് സുധീഷേ, കളക്ടർ എന്ന് പറയുന്നത് അവരിരിക്കുന്ന കസേരയുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പോസ്റ്റാണ്. പക്ഷേ ഇവിടെ പൊതുഭരണ സംവിധാനത്തിൽ പൊതുപ്രവർത്തകർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. പ്രോട്ടോകോളിന്റെ തട്ടുകളിലൊന്നും ജനപ്രതിനിധി അല്ലാത്ത പൊതുപ്രവർത്തകർ വരില്ല എങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു സ്ഥാനവും പിടിപാടുകളും ഉണ്ട്. ചിലപ്പോ ഞങ്ങൾ വൈകി വന്നിരിക്കും, ചിലപ്പോ വന്നില്ല എന്നും ഇരിക്കും. അത് പൊതുജന നന്മയ്ക്ക് വേണ്ടിയാണ്. സുധീഷ് കൂടി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ പൊന്ന് സാറേ, സാറ് ചെല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് തുറക്കാൻ പറ്റും നോക്കട്ടെ. എന്തായാലും കളക്ടർ വന്നല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, 1-2 സംഘടനാ കാര്യങ്ങൾ എനിക്ക് കളക്ടറുമായിട്ടൊന്ന് ഡയറക്റ്റ് ചർച്ച ചെയ്യാനുണ്ട്. നടക്കട്ടെ നടക്കട്ടെ, ശരി നടക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനേട്ടാ? സത്യത്തിൽ ഇവിടെ നല്ല തിരക്കാ. ഇതിനിടയിൽ ആർക്കെങ്കിലും ലീവ് അനുവദിക്കാന്ന് പറഞ്ഞാ അത് എളുപ്പമുള്ള കാര്യമല്ല. ഏട്ടൻ കണ്ടതല്ലേ, ഞാൻ വരുന്നതിന് മുൻപേ സുന്ദരി മേഡം എത്തി. അതെന്തുകൊണ്ടാ? ഇവിടുത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് പെൻഡിങ് ഉണ്ട്. എന്തായാലും ഏട്ടൻ വിളിച്ച അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട. നാളത്തെ പോക്ക് നടക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പ്ലീസ് ഏട്ടാ, ഇവിടെ നല്ല തിരക്കാ. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഇല്ല, ഇനി ഇപ്പൊ മാഡത്തിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല. ആ ശരി ശരി, ഞാൻ വയ്ക്കുവാണേ. എന്ത് പറ്റില്ല സാറേ? നാളെ ഞങ്ങൾ പുതിയൊരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചതാ, ഒരു ഗൈനക്കോളജിസ്റ്റ്. പക്ഷെ ലീവ് ചോദിച്ചിട്ട് മാഡം ലീവ് തന്നില്ല. ട്രീറ്റ്മെന്റിന്റെ കാര്യം മാഡത്തിനോട് പറയാൻ പാടില്ലേ? പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഇനി കുട്ടികളില്ലാത്തിന്റെ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് ലീവ് ചോദിക്കാണെന്ന് മാഡത്തിന് തോന്നിയാലോ? സാറാ പറഞ്ഞ കറക്റ്റാ. അത്തരം സെന്റിമെന്റ്സ് ഇറക്കിയാണോ നമ്മൾ ലീവ് എടുക്കേണ്ടത്? നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങളെ കുറിച്ച് ഇനി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ പൊന്ന് സാറേ, ഒന്നാമത്തെ തലവേദന എടുത്തിരിക്കുക. സാറൊന്ന് നിർത്തുവോ? സാറേ, സാറിന്റെ ആവശ്യം ന്യായമല്ലേ? എന്തിനാ ട്രീറ്റ്മെന്റിന് പോകുന്നത്? കുട്ടികളുണ്ടാവാത്ത കാര്യത്തിന്. അതൊഴിച്ചുകൂടാനാവാത്തൊരു കാര്യമല്ലേ? അതിന് ലീവ് തരില്ല എന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? വിഷമിച്ചിരിക്കുന്നവരെ അത് തന്നെ പറഞ്ഞു കൂടുതൽ വിഷമിപ്പിക്കാതെ സാറേ. എന്തായാലും ഞാൻ കളക്ടറെ ഒന്ന് കാണാൻ തന്നെ പോവാം. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. അതാണ് ഒരു തൊഴിലാളി നേതാവിന്റെ ഉത്തരവാദിത്വം. ദയവ് ചെയ്ത് എന്റെ വിഷയം ഒന്നും സാർ അവിടെ പറയാൻ പോകണ്ട. ഇനി അതൊരു അനിഷ്ടമാക്കണ്ട. സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യും. അതിനുള്ള തന്റെ ഇടം ഈ ഉത്തമൻ മുഖത്തലയ്ക്കുണ്ട്. സാറൊന്നും മിണ്ടായിരിക്കേ. സാറേ
എക്സ്ക്യൂസ് മീ മാഡം. യെസ്. എന്ത് പറ്റി സർ? മാഡം നേരത്തെ എത്തിയെന്നറിഞ്ഞു. അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ലേറ്റും അല്ല ഏർലിയും അല്ല, ഷാർപ്പ് ടൈം. അറ്റൻഡൻസ് രജിസ്റ്റർ ക്യാബിനിലേക്ക് എടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ആണോ? ഞാൻ കരുതി മാഡം രജിസ്റ്ററിങ് എടുത്തു കാണുമെന്ന്. അപ്പോ ഒപ്പിടാ അല്ലേ? വൈ നോട്ട്? ലേറ്റ് ആയാലല്ലേ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ശരിയാണ്, അത് ശരിയാണ്. മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാഡം. ആയിക്കോട്ടെ. മാഡം പോയില്ലായിരുന്നോ? അല്ല, ലത സാർ ഒന്ന് ലീവ് ചോദിച്ചായിരുന്നോ? ലീവ് ചോദിച്ചിരുന്നു. ഒടുവില് ലീവ് വേണ്ടാന്ന് ലത തന്നെ എന്നോട് പറയുകയും ചെയ്തു. സാറിന്റെ സംഘടന എങ്ങാനും ഇടപെട്ടോ? കറക്റ്റാണ് മാഡം പറഞ്ഞത്, ഇടപെടും. അതേത് കേസിലാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്തരം കേസുകളിലല്ല ഞങ്ങൾ ഇടപെടുന്നത്. ഇതിപ്പോ എന്തിനാ ലത സാർ ലീവ് ചോദിച്ചത്? ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന്. അപ്പൊ ലീവ് എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ലീവ് അനുവദിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടുമില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഉത്തമൻ സാറ് പറയുന്നത് എന്താന്ന് മനസ്സിലായാലല്ലേ ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലത സാറ് ചെറുപ്പമാണ്, പക്ഷെ ഭർത്താവോ അയക്ക് കുറച്ച് പ്രായ കൂടുതല. ലേറ്റ് മാരേജ് ആയിരുന്നു. അതും ലീവുമായിട്ട് എന്താ സർ ബന്ധം? കറക്റ്റ്, ബന്ധമുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. 8 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഈ 8 വർഷം അവര് കേരളത്തിൽ കാണാത്ത ഡോക്ടർമാരായിട്ട് ആരുമില്ല. ഇനി കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വ്യക്തമായിട്ടൊരു അറിവുമില്ല. ലതയ്ക്കപ്പോ കുട്ടികളില്ലേ? ഇല്ലെന്നേ. ഇല്ലാന്ന് മാത്രമല്ല, ആ പേരും പറഞ്ഞ് ഡെയിലി ലീവാ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങും. അതാണ് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. എന്റെ ബലമായ സംശയം, ഈ പേര് പറയുമ്പോ ഈസി ആയിട്ട് ലീവ് കിട്ടുമല്ലോ. കിട്ടൂലേ? അവര് 2 പേരല്ലേ ഉള്ളൂ. ചിലപ്പോ ലീവ് എടുത്തിട്ട് പലയിടത്തും ടൂർ പോകുന്നതായിരിക്കുമെന്നേ. അല്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാവത്തിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് പഴച്ചു അല്ലേ മേഡം?